അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വസ്വഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്വലാത്തൻ വസലാമൻ അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. إن بيتا أنت ساكنه ليس محتاجا إلى سرج. صل رب العالمين على سيد الكونين والسرج. وجهه قلب الله حجتنا يوم يأتي الناس بالحجج. صل رب العالمين على سيد الكونين والسرج. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹിജറി വർഷത്തെ വിശേഷമായിട്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, സുലഹായികൾ ഇത്രയും ആൾക്കാർ നടത്തിയ കിതാബുകളിൽ നടത്താൻ വേണ്ടി നടത്തിയിരുന്ന പല വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. ഹിജ്റ 5 നൂറ്റാണ്ട് വരെ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി 6-ാം നൂറ്റാണ്ടിന്റെ വിഷയമാണ് പറയുന്നത്. 5 നൂറ്റാണ്ട് വരെ സ്വഹാബത്തീങ്ങൾ ചെയ്ത, താബീങ്ങൾ ചെയ്ത, മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്ത, അതുപോലെ ബുഖാരി ഇമാമിനെ പോലോത്ത, മുസ്ലിം ഇമാം തങ്ങളെ പോലോത്ത, ദാരിമി തങ്ങളെ പോലോത്ത, തുർമുദി തങ്ങളെ പോലോത്ത മഹത്തുക്കളായ സിഹാഉ സിത്തയുടെ മുസന്നിഫീങ്ങൾ ചെയ്ത വിശേഷമായ ഇസ്തിഗാസയെ കുറിച്ച് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. അതേ രീതിയിൽ ഷെയ്ഖ് ജീലാനി തങ്ങളെ കുറിച്ചും, അതുപോലെ ഇമാം ഗസാലി തങ്ങളെ കുറിച്ചും, ഉസൈനുൽ ആജൂരി തങ്ങളെ കുറിച്ചും, അബൂ നുഐമുൽ അസ്ബാനി തങ്ങളെ കുറിച്ചും പലരെയും കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇത്രയും മഹത്തുക്കളൊക്കെയും ഇസ്തിഗാസ അംഗീകരിച്ചവരും ഇസ്തിഗാസ ചെയ്തവരും ഇസ്തിഗാസ ചെയ്യണമെന്നവരുടെ കിതാബുകളിൽ കുറിച്ചു വെച്ചവരുമായിരുന്നു. ഇവരൊക്കെയും സ്വർഗത്തിലാണ്, നരകത്തിലില്ലെന്ന് നമുക്ക് വിശ്വാസവും അറിയാം. കാരണം ഇത്രയും മഹത്തുക്കൾ, ബുഖാരി ഇമാമു തങ്ങളൊക്കെ സ്വർഗത്തിലല്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ ആരാ? സ്വഹാബത്തിന്റെ ചര്യ ഇരിക്കട്ടെ. മദ്ഹബിന്റെ ഇമാമുകളായ 4 മദ്ഹബിന്റെ ഇമാമുകളും ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അവർ സ്വർഗത്തിലല്ലെങ്കിൽ പിന്നെ സ്വർഗം ആർക്ക് വേണ്ടി അള്ളാഹു പടച്ചു വെച്ചു? അതിനാൽ നമുക്ക് മനസ്സിലായത് ഇത്രയും ഇസ്തിഗാസ നടത്തിയ മഹത്തുക്കളായ സാലിഹീങ്ങള് അവർ സ്വർഗത്തിലാണ്. ഇനി നമ്മുടെ ചർച്ചാ വിഷയം ഇന്ന് ഞാൻ പറയുന്നത് മർമ്മപ്രധാനമായ ചർച്ചയാണ്. ഇമാം റാസിയെ തങ്ങളെ കുറിച്ചിട്ടാണ്. റാസി ഇമാം തങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മുടെ മൂസയെ പോലത്തെ ജാഹിലായ ഈ മൂസ എന്തായത്? ഫുൾ ബൗൾഡായത്. കാരണം റാസി ഇമാം തങ്ങളെ തൊട്ട് സംസാരിക്കാൻ മൂസക്ക് നല്ല ഏതൊരു സലഫിക്കും സാധ്യമില്ല. കാരണം റാസി ഇമാം തങ്ങളുടെ അവിടുത്തെ തഫ്സീറിൽ തന്നെ നിരവധി ഇസ്തിഗാസയെ കുറിച്ച് അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്രയും വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അള്ളാഹു തുണക്കട്ടെ, ഖൈർ നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ ചർച്ച ഇമാമുന റാസി റളിയല്ലാഹു അൻഹു. റാസി ഇമാം തങ്ങളെ കുറിച്ച് വെച്ച ലേഖനങ്ങൾ സലഫി ആശയത്തിന്റെ മുതിർന്ന തലതപ്പന്മാരാകുന്ന നേതാക്കൾ അവരുടെ അൽമനാരിൽ കുറിച്ചു വെച്ചു. ഇമാം റാസി തങ്ങൾ എന്ന ഹെഡിങ് വെച്ച്, ലൈന് വെച്ചിട്ടാണ് കുറിച്ചു വെച്ചത്. മഫാത്തിഹുൽ ഗൈബ് എന്ന ഈ ഒരു കിതാബ് രചിച്ച ഈ കിതാബ് ഖുറാഫത്തുകളെയും ബിദ്അത്തുകളെയും നിർമാജ്ഞാനമാക്കാൻ വേണ്ടി തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് കുറിച്ചു വെച്ച റാസി ഇമാം തങ്ങളെ കുറിച്ചിട്ട് പ്രൗഢമായി പഠിപ്പിക്കുകയും ചെയ്ത സലഫി ആശയങ്ങളുടെ നേതാക്കൾ തന്നെ അവർ സമ്മതിക്കുകയും കുറിച്ചു വെക്കുകയും എഴുതി വെക്കുകയും ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെയ്ത റാസി ഇമാം തങ്ങള് ഹിജ്റ 543-ലാണ് ജീവിച്ചിട്ടുള്ളത്. ഹിജ്റ 543 ജീവിക്കുകയോ അതേ രീതിയിൽ 606-ലാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്. അപ്പൊ 606 വഫാത്താകുന്ന റാസി ഇമാം തങ്ങള് ഹിജ്റ 543 ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അവരുടെ കിതാബാകുന്ന തഫ്സീറുൽ കബീർ അഥവാ മഫാത്തിഹുൽ ഗൈബ് അല്ലെങ്കിൽ അൽ ഫഖ്റുർ റാസി എന്ത് പറഞ്ഞാലും ബഹുമാനപ്പെട്ടവരുടെ കിതാബ് ഒന്നു തന്നെ. ആ തഫ്സീർ ആകുന്ന
റാസി ഇമാമിന്റെ തഫ്സീറില് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെന്ന്? ബഹുമാനപ്പെട്ട മഹത്തുക്കളാകുന്ന കഴിഞ്ഞു പോയ പണ്ഡിത ആൾക്കാർ, അമ്പിയാക്കള്, ശുഹദാക്കള്, ഔലിയാക്കള്, സജ്ജനങ്ങള്, സ്വാലിഹീങ്ങൾ, ഇവരുമായുള്ള അർവാഹുകൾ അത് സജീവമാണ്. അവരുമായി ഇത്രയും വിഷയങ്ങൾ ഇസ്തിഗാസ ചെയ്യണം. അത് ചെയ്താൽ അത് ഗുണം കിട്ടുന്നുണ്ട്, പ്രതിഫലമാർഹമാകുന്നു, അത് ചെയ്യേണ്ടതാണ്, അത് ചെയ്താൽ അത് അനുവദനീയമാണ്, അത് ഇസ്ലാമികമാണ്, അനിസ്ലാമികമല്ല എന്ന രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമത്തെ വാല്യത്തിൽ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇസ്തിആദതു മിനൽ അർവാഹിൽ ബശരിയത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ ഫീ ദഫ്ഇ ശുറൂറിൽ അർവാഹിൽ ഖബീസത്തിൽ അൽമാനിയ അൽ ഖദിറ ഫൽ മുറാദു ബികലിമാത്തില്ലാഹി തആല. അവിടെ അഊദു ബികലിമാത്തില്ലാഹി തആല എന്ന് പറഞ്ഞില്ലേ? ഫൽ മുറാദു ബികലിമാത്തില്ലാഹി തആല, ഈ ബികലിമാത്തില്ലാഹി താമ്മത്തി, കലിമാത്തുല്ലാഹി താമ്മ എന്ന് പറഞ്ഞാൽ തിൽകൽ അർവാഹുൽ ആലിയത്തു ത്വാഹിറ, പരിശുദ്ധിയുള്ള കഴിഞ്ഞു പോയ പണ്ഡിത ശുഹദാക്കൾ അഥവാ അമ്പിയാക്കൾ, സജ്ജനങ്ങൾ, സ്വാലിഹീങ്ങൾ, ഇത്രയും കഴിഞ്ഞു പോയ ആളുകളുടെ ആത്മാവാകുന്നു എന്ന് തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനാൽ റാസി ഇമാം തങ്ങള് ഇസ്തിഗാസ നടത്തണമെന്ന് അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്ക്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, ഈടെ ഞാൻ തീർത്തു പറയുന്നുണ്ടോ, തീർത്തും മുറിച്ച് പറയുന്നുണ്ട്. അന്ന കൗലഹു ഇന്നമാ വലിയുക്കുമുല്ലാഹ്, ഈടെ ബിഅന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുക്കുമുല്ലാഹ്, ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന ഈ അല്ലാഹു ഉപയോഗിച്ച ഈ വലിയ എന്ന വാക്ക് ലൈസ ഇല്ലാ ബിമഅന നാസിറി വൽ മുഹിബ്ബി, അതിന് നാസിറും മുഹിബ്ബും സഹായിയാണ്, ഇഷ്ടദാസനാണ് എന്ന അർത്ഥം അല്ലാതെ ഇല്ല എന്ന് തന്നെ ബഹുമാനപ്പെട്ട റാസി ഇമാം തങ്ങള്, ഔലിയാക്കള്, അമ്പിയാക്കള്, റസൂലുള്ളാഹി, സ്വാലിഹീങ്ങള്, സജ്ജനങ്ങള്, കഴിഞ്ഞു പോയ സത്യവിശ്വാസികള്, ശരിക്കും നിസ്കരിക്കുന്ന, ആദ്യം കൈത് കൊടുത്തു അല്ലാഹു തആല, ശരിക്കും നിസ്കരിക്കുന്ന, മുറപ്രകാര സമയത്തിനനുസരിച്ച് നിസ്കരിക്കുന്ന കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങള്, സജ്ജനങ്ങള്, ഔലിയാക്കള് നിങ്ങളെ സഹായിയാണ് എന്ന് റാസി ഇമാം തങ്ങള് അവിടുത്തെ തഫ്സീറിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഇനിയും റാസി ഇമാം തങ്ങള് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വറഫഅനാ ലക ദിക്റക് എന്ന സൂറത്തു ശറഇലെ ഈ ആയത്ത്, നാലാമത്തെ ആയത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണനകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ മദദുകളും ചെയ്യുന്ന സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഖുറായിങ്ങൾ, അന്നുള്ള രാജാക്കള്, അതുപോലെ ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, വായിലിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ രീതിയിലും പ്രശംസന അവിടുത്തെ തഫ്സീറുകൾ നടത്തിയിട്ടുണ്ട്. ഫൽ ഖുറാഉ യഹ്ഫദൂന അൽഫാള മൻശൂരിക വൽ മുഫസ്സിറൂന യുഫസ്സിറൂന മആനിയ ഫുർഖാനിക വൽ വുആദു യുബല്ലിഗൂന വഅലക, പിന്നെ ബലിൽ ഉലമാ വസ്സലാത്തീന യസിറൂന ഇലാ ഖിദ്മതിക വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക വയംസൂന വുജൂഹും ബിതുറാബി റൗദതിക വയർജൂന ശഫാഅതിക ഫശറഫുക ബാകിൻ ഇലാ യൗമിൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയുടെ ദർബാറുമായുള്ള റൗദാ ഷരീഫുമായുള്ള വിശേഷണങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട റാസി ഇമാം തങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ആൾക്കാരും, ഉലമാക്കളും, അവിടുത്തെ രാജാക്കളും നിങ്ങളെ ഈ ഖിദ്മത്തിന് വേണ്ടി ഓടിയെത്തുന്നുണ്ട് നബിയെ. നിങ്ങൾ പഠിപ്പിച്ച ഖുർആനിന്റെ ആ വിശേഷമായ അർത്ഥങ്ങളും അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു നബിയെ. നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ ലഫ്ളുകളുടെ വിശേഷമായ വിഷയങ്ങൾ അതൊക്കെയും അന്നത്തെ ഖുറായിങ്ങൾ സൂക്ഷിച്ച് പഠിക്കുന്നുണ്ട് നബിയെ, പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നബിയെ. വായിലീങ്ങൾ പ്രസംഗ മേഖലയിൽ തിളങ്ങുന്ന അന്നുള്ള സ്വഹാബത്തീങ്ങളും അന്നുള്ള ആൾക്കാർ മൊത്തവും അവരൊക്കെയും നബിയെ തങ്ങൾ എന്താണോ നിർദ്ദേശം നൽകുന്ന അതൊക്കെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നബിയെ. എന്നിട്ടോ ഇവരൊക്കെയും നബിയെ തങ്ങളുടെ വാതിലിന്റെ അരികിൽ വന്ന് നബി തങ്ങൾക്ക് സലാം പറയുന്നുണ്ട് നബിയെ. അത് മാത്രമൊന്നല്ല, ഇവരൊക്കെയും നബിയെ തങ്ങളുടെ റൗളാ ഷരീഫിന്റെ അരികിൽ വന്ന് ആ റൗളാ ഷരീഫിന്റെ മണ്ണിന് അവരുടെ മുഖങ്ങളെ വെച്ചും കൊണ്ട് അവർ ബറക്കത്തെടുക്കുകയും തടവുകയും ചെയ്യുന്നുണ്ട് നബിയെ. അത് മാത്രമല്ല, നബിയെ തങ്ങളുടെ അരികിൽ വന്ന് അവർ ഷഫാത്തിന് ആഗ്രഹിക്കുന്നുണ്ട്, തേടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് നബിയെ. അതിനാൽ ഫശറഫുക നബിയെ തങ്ങൾക്കുള്ള ഈ
ഷറഫും അംഗീകാരവും ഇത് ഖിയാമത്ത് വരെ ബാക്കിയാകുന്നു നബിയേ. ഏത് ഈ തടവലും ഈ ചോദിക്കലും ദ്വാരക്കലും ഷഫാത്ത് കേൾക്കലും ഇതൊക്കെയും ഖിയാമത്ത് വരെ ബാക്കിയാണ് നബിയെ എന്ന് റാസി ഇമാം തങ്ങൾ അവിടുത്തെ തഫ്സീറില അവസാന ഭാഗം 32ാമത്തെ വാല്യത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അതിനാൽ റാസി ഇമാം തങ്ങൾ 543 ജനിക്കുകയും 606 വഫാത്താവുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇത്രയും വിഷയങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പല വിധത്തിലും പല രൂപത്തിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാൽ ഇസ്തിഗാസ അംഗീകരിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്യുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 6ാം നൂറ്റാണ്ടിൽ ചെയ്ത മഹത്തുക്കളായ പട്ടികയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. റാസി ഇമാം തങ്ങളും ഇസ്തിഗാസ നൽകിയിട്ടുണ്ട്. ഏത് റാസി ഇമാം? ഖുറാഫത്തിന്റെയും ബിദ്അത്തിന്റെയും നിർമ്മാജ്ഞാനമാക്കാൻ വേണ്ടി മാത്രമേ ഈ ലോകത്തിലേക്ക് വരികയും ലോകത്തിന് മുസ്ലിമീങ്ങൾക്ക് ജനങ്ങൾക്ക് കുറിച്ചു വെച്ച ഗ്രന്ഥമാകുന്നു മഫാത്തിഉൽ ഗൈബ് എന്ന് KNM ആദ്യ 1972 കുറിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അവർ പിരിഞ്ഞിട്ടില്ല. 8 ജാതിയില്ല, ഓരോരോ ഗ്രൂപ്പുകളില്ല, ഇഷ്ടമില്ല, KNM ഇല്ല, മടവൂരി ഇല്ല, ജിന്നൂരി ഇല്ല, ബൽബൂരി ഇല്ല, ജാമിദയില്ല, ചേകന്നൂരില്ല, മനസ്സിലാകുന്നുണ്ട്, ആടൂരില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. അന്നൊക്കെ ഏക ഐക്യത്തിലുണ്ടായ അസമയത്തിൽ അവർ കുറിച്ചു വെച്ചിട്ടുണ്ട് റാസി ഇമാം തങ്ങളെ കുറിച്ചിട്ട്. അതിനാൽ റാസി ഇമാം റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ അംഗീകരിക്കുകയും അത് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീർ തങ്ങൾ റിഫായി തങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട റിഫായി തങ്ങൾ റളിയല്ലാഹു അൻഹു ഹിജ്റ 500 ജീവിക്കുകയും 570 വഫാത്താവുകയും ചെയ്ത ആളാണ്. ഹിജ്റ 500 ജീവിച്ച് 570 വഫാത്തായ മഹാനായ വലിയ മഹാമനീഷി ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വലിയ ഷെയ്ഖാകുന്നു, വലിയാകുന്നു, കുത്തുബാകുന്നു, വലിയ കറാമത്തിന്റെ ഉടമയാകുന്നു. ഔലിയാക്കളെ കുറിച്ച്, അമ്പിയാക്കളെ കുറിച്ച്, സ്വഹാബത്തീങ്ങളെ കുറിച്ച് വലിയ മതിപ്പുള്ള ആളാകുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ ദർബാറിന് ഓടിയെത്തിയ മനീഷിയാണ്. ഓടുകയും ചെയ്തത് മാത്രമൊന്നുമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തിന്റെ അരികിൽ പോയി വലിയ ബൈത്ത് പാടുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദീനയുടെ ദർബാറിൽ വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ ചുംബിച്ച് വന്ന ആളാണ്. എപ്പോ? ഹിജ്റ 570 വഫാത്തായ വലിയ ഒരു മഹാൻ. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങള് അവിടുത്തെ ഹാവിയിൽ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്, ഖലായിദുൽ ജവാഹിറിൽ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്, പല കിതാബുകളിലും ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്. ഹജ്ജ സയ്യിദി അഹ്മദുൽ കബീർ റിഫായി, ബഹുമാനപ്പെട്ട ഇമാം റിഫായി തങ്ങള് അതേ ഹജ്ജിന് പോയി. അങ്ങനെ എല്ലാ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തുമ്പോ ഫലമ്മ വഖഫ തിജാഹൽ ഹുജ്റത്തി ഷരീഫ, ബഹുമാനപ്പെട്ട ഇമാം റിഫായി തങ്ങള്, ഷെയ്ഖ് റിഫായി തങ്ങള് ഹുജ്റത്തു ഷരീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദീനയുടെ ദർബാറിലേക്ക് വന്ന് നബി തങ്ങളുടെ റൗള ഷരീഫിന്റെ അരികിൽ നിന്നപ്പോ അൻഷദ, ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒരു പാട്ട് പാടി, ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അഷ്ബാഹി ഖദ് ഹലറത് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. കുറെ ദൂരയിൽ നിന്നിട്ട് നബിയെ തങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ഈ റൗള ഷരീഫിന്റെ ബഹുമാനത്തിന് വേണ്ടി ഞാനിതാ എത്തിയതാണ്. അങ്ങേ അകലെ ഉണ്ടാകുന്ന സമയത്തിൽ എൻ്റെ റൂഹിനെ ഞാൻ സാധാരണ മദീനത്തിൽ അയക്കാറുണ്ട്, മദീന സന്ദർശിച്ച് വരാറുണ്ട്, ആ മദീനമായുള്ള വിഷയങ്ങള് ഞാൻ എന്നും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനൊന്നുമല്ല. ഇന്ന് ഞാനാകുന്ന റിഫായി ഷെയ്ഖ് തങ്ങളാകുന്ന ഈ ഞാൻ ശരീരം മുഖേന ഞാൻ വന്നിട്ടുണ്ട് നബിയെ മദീനയുടെ ഹദ്റത്തിലേക്ക്. അതിനാൽ ഫംദുദ് യമീനക, നബിയെ തങ്ങളുടെ കൈ ഒന്ന് എനിക്ക് ചുംബിക്കണം, അതുകൊണ്ട് ബലം കൈ ഒന്ന് എനിക്ക് തരണം നബിയേ, അതുകൊണ്ട് ഞാൻ എൻ്റെ ചുണ്ടുകളെ കൊണ്ട് ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറയുമ്പോ ഫഖറജത്തിൽ യദു ശരീഫത്തു മിനൽ ഖബ്രി ശരീഫ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
ആ റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വലങ്കൈയൊന്ന് പുറത്തിട്ട് കൊടുത്തോ. ഫഖബ്ബലഹാ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൈ ഒന്ന് ചുംബിച്ചു. ആ കൈ ചുംബിച്ചു എന്ന് സുയൂത്തി ഇമാം തങ്ങൾ ഹാബിയിൽ പറയുന്നു. അതിനാൽ മനസ്സിലായി ഇത്രയും വിഷയങ്ങൾ തെറ്റല്ല, ഷെയ്ഖ് റിഫായി തങ്ങൾ ചെയ്തിട്ടുണ്ട്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വിഷയങ്ങൾ സമ്മതിക്കുകയോ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഈ മതിപ്പുകളും മദ്ഹുകളും ഗാനങ്ങളും പാട്ടുകളും ഈ നിവേദനങ്ങളും നൂറുകണക്കിന്റെ കിതാബുകൾ റിവായത്താക്കിയിട്ടുണ്ട്, കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയും ഷിർക്കാണെങ്കിൽ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഇതൊക്കെയും ഷിർക്കാണെങ്കിൽ സുയൂത്തി ഇമാം തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്താനും ഷിർക്കാവൂലേ? ഷെയ്ഖ് റിഫായി തങ്ങളെ കുറിച്ച് മദ്ഹുകൾ പറയുമ്പോ ഇതൊക്കെയും പറയുമ്പോ ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെയും റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെയും വിസ്തരിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഈ ബൈത്തുകൾ പറയാൻ പറ്റുമോ? അതൊക്കെയും ശിർക്കാവൂലേ? അതിനാൽ മനസ്സിലാകുന്നു ഇത്രയും കാര്യങ്ങൾ ശിർക്കല്ല, ഇമാമിങ്ങൾ ചെയ്തതാണ്, ഔലിയാക്കൾ ചെയ്തതാണ്, സ്വാലിഹീങ്ങൾ ചെയ്തതാണ്, സജ്ജനങ്ങൾ ചെയ്തതാണ്. അവരൊക്കെയും ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചതാണ്, അവർ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. അതിനാൽ ഇതൊന്നും തെറ്റല്ല, കുറവല്ല, ഇസ്ലാമികമല്ല, സർവ്വതും ഇസ്ലാമികമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങളെ പോലത്തെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖ് റിഫായി തങ്ങളുടെ ഈ വിഷയം ഹാവിലിൽ ഫത്താവയിലെ ഈ സംഭവം 2-ാം വാല്യം 248-ാമത്തെ പേജിൽ വിവരമായി പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ജൗസി റളിയല്ലാഹു അൻഹു, അലി ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു, അതേ ഇമാം ജൗസി റളിയല്ലാഹു അൻഹു 510 ജീവിക്കുകയും 597 മരണപ്പെടുകയും ചെയ്ത മഹാനാണ്. ബഹുമാനപ്പെട്ടവർ നൂറുകണക്കിന്റെ കിതാബുകൾ ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബുകളിൽ കാണാം ഇസ്തിഗാസ സമ്മതിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിഫത്തുസ് സഫ്വയിലും കാണാം, സയ്യിദുൽ ഖാത്തിറിലും കാണാം. തൽബീസ് ഇബ്ലീസ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ ബിദ്അത്തിനെ കുറിച്ച് നേരമായി കുറിച്ചു വെക്കുന്ന വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളെയും കുറിച്ചിട്ടുണ്ട്. അതൊക്കെയും കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് രോഗം വന്നു, അതുകൊണ്ട് രോഗങ്ങൾ വരുമ്പോ എന്റെ ഈ ശുശ്രൂഷണം ചെയ്യാൻ ഡോക്ടർമാർ കൈവെടിഞ്ഞപ്പോ ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടില്ല, അവർക്ക് രോഗമെന്ത് മനസ്സിലായില്ല. അവർ എന്നെ വെടിഞ്ഞപ്പോ ഞാനിതാ പോകുന്നു സ്വാലിഹീങ്ങളെ ഖബറിന്റെ അരികില്, എന്റെ രോഗമൊന്ന് നന്നായി കിട്ടണം, രോഗമൊന്ന് ശിഫയായി കിട്ടണം, രോഗമൊന്ന് പോയി കിട്ടണം, പോക്കി കിട്ടണം എന്ന രീതിയിൽ ഞാൻ ഇതാ അവരെ കൂടെ തവസ്സുല് ചെയ്തു, എന്റെ രോഗം മാറി കിട്ടി എന്ന് സയ്യിദുൽ ഖാത്തിറിൽ കാണാം. അതുകൊണ്ട് ഇമാം ജൗസി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗാസയെ സമ്മതിച്ചിട്ടുണ്ട്, ഇസ്തിഗാസ ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അബുൽ ഖൈർ അഖ്തർ റളിയല്ലാഹു അൻഹു, അബുൽ ഖൈർ തൈതാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബുൽ ഖൈർ തങ്ങളെ കുറിച്ചിട്ട് ഈ പറയുന്ന ഇമാം ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു മദീനത്ത റസൂൽ. ബഹുമാനപ്പെട്ട അബുൽ ഖൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി തങ്ങളെ മദീനയിൽ എത്തി. വഅന ബിഫാഖത്തിൻ, എനിക്ക് ഭയങ്കര പ്രയാസമാണ്. ഫഅഖംതു 5 അയ്യാമിൻ മാ ദുഖ്തു ദവഖ, ഞാൻ ഒരു നിലക്കും ഭക്ഷിക്കാനൊന്നുമില്ല. മദീനയിൽ 5 ദിവസം ഞാൻ താമസിച്ചു. 5 ദിവസത്തിൽ മദീനയിൽ ഭക്ഷിക്കാൻ എനിക്കൊന്നും കിട്ടാതിരിക്കുമ്പോ ഞാൻ ഫതഖദ്ദംതു ഇലൽ ഖബരി, ഞാനിതാ ഖബറിന്റെ അരികിൽ പോയി. വസല്ലംതു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലിയിൻ വഅബീ ബക്കർ ഉമറ, ഞാൻ മദീനയിലെത്തി. നബി തങ്ങൾക്ക് സലാം പറഞ്ഞു, അലിയാർ തങ്ങൾക്ക് സലാം പറഞ്ഞു, അബൂബക്കർ തങ്ങൾക്ക് സലാം പറഞ്ഞു, ഉമർ തങ്ങൾക്ക് സലാം പറഞ്ഞു. എന്നിട്ട് വഖുൽതു, ഞാൻ പറഞ്ഞു, അന ലൈഫുക ലൈലത യാ റസൂലല്ലാഹ്, ഞാൻ നബിയെ തങ്ങളെ ഈ മദീനയിൽ വന്നത് ഒരു വിരുന്നക്കാരനായിട്ട് ഞങ്ങളെ നക്കണിക്ക് ഭാഷയിൽ ചൊല്ലട്ട, ഒരു വിരുന്നക്കാരനായിട്ട് നാണിതാ മദീനത്തുക വന്നത്.
ഒരു വിരുന്നുകാരനായി ഞാൻ മദീനത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ട് ഫതഅന്നൈതു, അതേ ഫനിംതു ഖൽഫൽ മിമ്പരി, എനിക്കിതാ ഉറക്കം വന്നു. ഞാൻ മിമ്പറിന്റെ പിന്നിലൊന്ന് ഉറങ്ങിയപ്പോ ഫറഅയ്തു ഫിന്നയുമി അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിതാ ഉറക്കിൽ സ്വപ്നം കണ്ടു നബി തങ്ങളെ, അബൂബക്കറിൻ അൻ യമീനിഹി ഉമറു അൻ ശിമാലിഹി, അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ വലഭാഗത്തിലുണ്ട്, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ഇടഭാഗത്തിലുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബിൻ ബൈന യദൈഹി, ഇവരുടെ മുന്നിൽ അലിയാർ തങ്ങളുണ്ട്. ഫഹറകനി അലിയോ, എന്നെ അലിയാർ തങ്ങൾ വിളിച്ചോ. വഖാല ലീ ഖും, എന്നോട് പറഞ്ഞു, യാ തങ്ങളെ, അബുൽ ഖൈർ തങ്ങളെ, എനിക്കോ ഖദ് ജാ റസൂലുള്ളാഹ്, നബി തങ്ങളാണ് വന്നത്. ഫഖുംതു ഇലൈഹി, ഞാനൊന്ന് എണിച്ചു, ഉറക്കിൽ നിന്ന് എണിച്ചപ്പോ ഖബ്ബൽതു ബൈന ഐനൈഹി, അവർ വന്നു എന്റെ മുമ്പിൽ വെച്ച്, എന്റെ കണ്ണിന്റെ ആ ഭാഗങ്ങളെ ഈ വന്ന അലിയാർ തങ്ങളും വന്നവരും ചുംബിച്ചോ. എനിക്ക് അവർ കൊണ്ടുവന്ന കയ്യിലുണ്ടായിരുന്ന പത്തലുകൾ ഉണ്ട്, അല്ലെങ്കിൽ കുബൂസ്, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങള്, ഈ സാധനം എനിക്ക് തന്നോ, പത്തിറ് തന്നോ. ഫാക്കൽ തുനിസ്ബഹു, ഞാൻ പകുതി ഭക്ഷിച്ചു. ഒന്തഭാഗത്തോ, അത്രയാണെങ്കിലേ ഇത് ഉറക്കിലുള്ള സ്വപ്നമാണ്, ഞാനൊന്ന് ഉണർന്നിട്ടാമോ എന്റെ കയ്യിൽ പാതി പത്തിറ് ബാക്കിയുണ്ട്. കാരണം എന്തേ, 5 ദിവസം ഭക്ഷിച്ചിട്ടില്ല, ഭക്ഷണം തരണം നബിയെ, ഞാനൊരു വിരുന്നുകാരനാണ് നബിയെ. ഉമർ തങ്ങൾക്കും അബൂബക്കർ തങ്ങൾക്കും അതുപോലെ അലിയാർ തങ്ങൾക്കും ഞാൻ സലാം പറഞ്ഞു, നബി തങ്ങൾക്കും സലാം പറഞ്ഞു. നബി തങ്ങളും അലിയാർ തങ്ങളും ഉമർ തങ്ങളും വന്നു, എന്നെ വിളിച്ചു, എനിക്ക് ഭക്ഷണം തന്നു. ഞാനിതാ ഉണർന്നപ്പോ എന്റെ കയ്യിൽ പാതി പത്രുകളുണ്ട്. അപ്പൊ ഈ വിഷയം ബഹുമാനപ്പെട്ട അബുൽ ഖൈർ തങ്ങളെ കുറിച്ചിട്ട് ഈ വിഷയം സിഫത്തു സഫ്വയില് ഇമാമു ജൗസി തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ജൗസി ഇമാമു തങ്ങൾ ഇത്രയും വിഷയങ്ങളെ കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്, അവരെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ജൗസി ഇമാം റളിയല്ലാഹു അൻഹു നൂറുകണക്കിന്റെ ഇസ്തിഗാസയെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്തിഗാസയെ കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സ്വന്തമായി ചെയ്തതുമുണ്ട്. ഇതിനാൽ മനസ്സിലായി ഇമാമിങ്ങൾക്ക് പരിചയമുള്ള ഒന്നാണ് ഇസ്തിഗാസ, ഇമാമിങ്ങൾക്ക് പരിചയമുള്ള ഒന്നാണ് സഹായാർത്ഥന. അല്ലാഹുവേ ഖൈർ ബറകത്ത് ഇസ്സത്ത് ഹിമ്മത്ത് റാഹത്ത് സലാമത്ത് നൽകണേ അല്ലാ. ഇത്രയും മഹത്തുക്കളായ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങൾ അവരുടെ പൊരുത്തവും കുറുത്തവും നമുക്ക് നീ നൽകണേ അല്ലാ. ഇവരെ കൂടെ ഞങ്ങളെ നീ ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങൾ ബാപ്പടക്കമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ. കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുഷ്യ നീ നൽകണേ അല്ലാ. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന, അതുകൊണ്ട് ഹൈറാകുന്ന, ഹൈറുദ്ദേശിക്കുന്ന, പഠിക്കുന്ന, പഠനമായി യോജിക്കുന്ന, അതുപോലെ പഠിപ്പിക്കുന്ന എല്ലാവർക്കും നീ ഹൈർ ബറകത്ത് ഇസ്സത്ത് ഹിമ്മത്ത് റാഹത്ത് സലാമത്ത് നൽകണേ അല്ലാ. നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ ഏർപ്പാടുകൾ നമ്മെ കൊണ്ട് എല്ലാ നിലയ്ക്കും പഠിച്ച് നല്ല റാഹത്താകുന്ന എല്ലാവർക്കും, ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും, ഈ വാക്കുകൾ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്ക്, എല്ലാ സഹോദരങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെ കുടുംബത്തിലും ഭാര്യ മക്കളിലും നീ ഖൈറാത്തുകളെ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ ആജാക്കന്മാരുണ്ട്, അതേ കുറെ ആജിമാരുണ്ട്, പ്രവർത്തകരുണ്ട്, ഉമറാക്കളുണ്ട്, അതേ ഞങ്ങളെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, നാമുമായി എല്ലാ നിലക്കും സന്തോഷം വെക്കുന്ന, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന, അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, പ്രവർത്തിക്കുന്ന, ശബ്ദിക്കുന്ന നമ്മുടെ പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും നീ ഇസ്സത്ത് ദായിമാക്കണേ അല്ലാ. സലഫീസം പോലോത്ത തീവ്രവാദത്തിൽ നിന്ന്, ക്രൂരമായ ആ വാദങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ മുക്തി നൽകി ഹിദായത്ത് നൽകണേ അല്ല. അവരുടെ മുമ്പിൽ ശബ്ദിക്കുന്ന ഓരോ ശബ്ദത്തിലും നീ നമുക്ക് പ്രതിഫലമാകുന്ന കൂലി തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.